നമസ്കാരം. പതിരും കതിരും. അമ്പലം വിഴുങ്ങിക്ക് വാതിൽ പലക പപ്പടം എന്നൊരു ചൊല്ലുണ്ട്. അമ്പലത്തിൻ്റെ വാതിലും കൊടിമരവും വരെ വായിലാക്കിയവന്മാർക്കുണ്ടോ ചതിക്കുന്നതിനും വഞ്ചിക്കുന്നതിനും വല്ല ബുദ്ധിമുട്ടും? ഭഗവാനെ, നമ്മുടെ കടകംകൊള്ളി സുരേന്ദ്രൻ കൈവെക്കാത്ത മേഖലകളില്ലല്ലോ. ശൃംഗാരം വേണേൽ അതുമാകാം, സിദ്ധാന്തം വേണേൽ അതുമാകാം എന്നാണ് പുള്ളിക്കാരൻ്റെ മട്ട്. സുരേന്ദ്രൻ അങ്ങ് ഉൾപ്പുളകം കൊണ്ട് പുളയ്ക്കുകയാണ്. ഇപ്പോൾ ഇതാ അകത്തു നിന്നിറങ്ങിയ പോറ്റി ഈ സുരേന്ദ്രനെതിരെ ഒരു പരാതിയുമായി വന്നിരിക്കുന്നു. പ്രതിഭ എന്നൊരു സ്ത്രീയുമായി ചേർന്ന് നടത്തിയ ഭൂമിക്കച്ചവടവും സാമ്പത്തിക ഏർപ്പാടുകളുമാണ് വിഷയം. പോറ്റിക്കെതിരെ കേസ് കൊടുക്കാൻ കടകംപള്ളി പ്രതിഭയുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയതായിട്ടാണ് പോറ്റിയുടെ ആരോപണം. എന്നാൽ ഈ പ്രതിഭ ആരാണെന്ന് സുരേന്ദ്രന് അറിയുകയേയില്ല. എനിക്ക് ആകെ അറിയാവുന്നത് പ്രതിഭയെ മാത്രമാണെന്നാണ് പുള്ളി പറയുന്നത്. സത്യത്തിൽ ആരാണ് ഈ പ്രതിഭ? എനിക്കങ്ങനെ ഒരു ഒത്തുതീർപ്പ് പരിപാടിയുമില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള പുറത്തു വന്നപ്പോൾ സുരേന്ദ്രൻ ചോദിച്ചത് ആരായി പോറ്റി, എനക്കറിയില്ല എന്നായിരുന്നു. ഇതുതന്നെയാണ് പിണറായി വിജയനും പറഞ്ഞുകൊണ്ടിരുന്നത്, ആരാ സ്വപ്ന, അനക്കറിയില്ല. പോറ്റിയെ അറിയില്ലെന്ന് പറഞ്ഞ് മെഴുകിയ സുരേന്ദ്രൻ്റെ ചിത്രങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വന്നപ്പോൾ കുറേശ്ശെ അറിയാമെന്നായി. പോറ്റിയുടെ വീട്ടിൽ നൂലുകെട്ട്, ശ്രാദ്ധം, കല്യാണം, പുലകുടി അടിയന്തരം, തെരണ്ട് കല്യാണം എന്ന് വേണ്ട ആഘോഷം എന്തായാലും സുരേന്ദ്രൻ അവിടെ ഉണ്ടായിരുന്നു. പോറ്റിയുടെ ഇല്ലത്ത് നാഴിയരി കൂടുതലിട്ടാലും 2 തേങ്ങ അധികത്തിൽ പൊട്ടിച്ചാലും ഉച്ചയൂണിന് സുരേന്ദ്രൻ അവിടെ എത്തും. പോറ്റിയുടെ പിതാവിൻ്റെ നവതിക്ക് ഫലമൂലാദികൾ കൊടുക്കുന്ന സുരേന്ദ്രനെയും നമ്മൾ കണ്ടതാണ്. ചോദിച്ചപ്പോൾ സുരേന്ദ്രൻ പറഞ്ഞത്, ഞാൻ എങ്ങനെ ഈ ഫ്രൂട്ട്സ് ഒന്നും ആർക്കും സമ്മാനമായി കൊടുക്കുന്ന പരിപാടിയില്ലെന്നാണ്. ആരോ എടുത്ത് എൻ്റെ കയ്യിൽ തന്നു, ഞാനത് അങ്ങോട്ട് കൊടുത്തു. ഉടായിപ്പിന് കയ്യും കാലും താടിയും വെച്ച പുള്ളിയാണ് സത്യത്തിൽ പുളകംകൊള്ളി സുരേന്ദ്രൻ. കുട്ടൻപുള്ളിയിട്ടു വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട് എന്ന് പറഞ്ഞ് ആര് വിളിച്ചാലും സുരേന്ദ്രൻ പോകും. അതാണ് ഓരോ വീടുകളുമായിട്ട് സുരേന്ദ്രനുള്ള ബന്ധം. ആണ്ടബാധ കൊണ്ടേ പോകുമെന്ന് പറയും പോലെ ഈ വിവാദം സുരേന്ദ്രനെ കൊണ്ടേ പോകൂ, ഇന്നല്ലെങ്കിൽ നാളെ. 5000 കാമുകിമാരുള്ള ഒരുത്തൻ്റെ ഗുണവതിയാരമൊക്കെ നമ്മൾ കണ്ടതാണ്. സുരേന്ദ്രൻ്റെ പ്രണയാർദ്ര നിമിഷങ്ങൾക്ക് അകമ്പടിയായി മഴയുണ്ട്. വരുമോ ഇതുവഴി മഴക്കോട്ടുമിട്ട് എന്ന ആ കൊച്ചു വർത്തമാനം ആരാ മറക്കാൻ? വരുമോ ഇതുവഴി മഴക്കോട്ടുമിട്ട് എന്ന ആ കൊച്ചു വർത്തമാനം ആര് മറക്കാനാണ്? ഇത്രയും ഉടായ്പകൾക്കും പോറ്റിക്കൊപ്പം കൂട്ടുനിന്ന സുരേന്ദ്രനെ വെറുതെ ഒരാരോപണത്തിൽ കുരുക്കില്ല എന്തായാലും ഈ പോറ്റി. ഒരുപക്ഷെ സുരേന്ദ്രനെ ഒന്ന് ഓർമ്മിപ്പിച്ചെടുക്കാനാണ് പ്രയാസം. സുരേന്ദ്രൻ സാറിനെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലെന്ന് സ്വപ്ന പറഞ്ഞപ്പോഴും സുരേന്ദ്രൻ ചോദിച്ചു, ആരായി സ്വപ്ന? 5000 കാമുകിമാരും വിശിഷ്ട അനാശാസ്യവുമുള്ള ഒരുത്തിനെ ജയിപ്പിക്കാൻ പത്തനാപുരത്തുകാർ കോതിച്ചിരിക്കുകയാണ്. സുരേന്ദ്രന് വേണ്ടി പുളകം കൊണ്ട് കാത്തിരിക്കുകയാണ് കഴക്കൂട്ടത്തുകാർ. ഈ കോഴിതീരം ബാധിച്ച സകലതിനെയും ജനങ്ങളിങ്ങനെ ഹൃദയത്തിലേറ്റുന്ന സുന്ദരമായ കാഴ്ച കേരളത്തിലല്ലാതെ വേറെ എവിടെയുണ്ട്? നാളെ പോറ്റിയും ഏതോ പ്രതിഭയും സുരേന്ദ്രനും കൂടി ഇരിക്കുന്ന ഫോട്ടോകൾ പുറത്തു വരും. അപ്പോൾ സുരേന്ദ്രൻ പറയും, ഞാൻ ചെല്ലുന്നിടത്തൊക്കെ ആരെങ്കിലും കൂടെ നിന്നും ഫോട്ടോ എടുക്കും, ഞാൻ എന്തു ചെയ്യാനാണ്? ഇതെന്താ സംഭവമെന്ന് എനിക്കങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ഇങ്ങനെ ഒരുത്തനെ വീണ്ടും തിരഞ്ഞെടുത്താൽ എന്ത് തെളിവ് കാണിച്ച് കഴക്കൂട്ടത്തുകാർ ഓർമ്മിപ്പിച്ചെടുക്കും? ദുഷ്യന്തൻ്റെ കയ്യിൽ നിന്നും ശകുന്തള അടയാളം വാങ്ങിയ പോലെ സുരേന്ദ്രൻ്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും വാങ്ങി വയ്ക്കണം. സുരേന്ദ്രൻ്റെ ഓർമ്മക്കുറവിനെ ബ്രഹ്മി കഴിച്ചാൽ ചിലപ്പോൾ ഒരു ശമനം ഉണ്ടായേക്കും. പറഞ്ഞു വന്നപ്പോൾ പ്രതിഭയെ കുറേശ്ശെയായി സുരേന്ദ്രന് പിടികിട്ടുന്നുണ്ട്. തനിക്കെതിരെ ഇങ്ങനെ പരാതി കൊടുത്തതിന് പിന്നിൽ എൻ്റെ സ്നേഹിതന്മാരാണ്, അവരുടെ പേരുകൾ ഞാൻ വെളിപ്പെടുത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ആ സ്നേഹിതന്മാർ കോൺഗ്രസിലോ BJPയിലോ ആണോ സുരേന്ദ്ര, അതോ സ്വന്തം പാർട്ടിയിൽ തന്നെയാണോ? സുരേന്ദ്രന് ഭയങ്കര ജനപ്രീതിയാണെന്ന് സർവേ ഫലം വന്നുപോലും. അതാണ് ഈ പരാതിക്ക് അടിസ്ഥാനമെന്നാണ് അദ്ദേഹം പറയുന്നത്. മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ നിന്ന് പൊട്ടിത്തെറിക്കുകയാണ് ഇപ്പോൾ സുര. ഞാൻ ജനങ്ങളുടെ മനസ്സിലാണ്, നിങ്ങളത് മനസ്സിലാക്കിക്കോ. അധികാരത്തിലിരുന്ന് കട്ടുനക്കിയ ഒരുത്തനും ജനങ്ങളുടെ മനസ്സിൽ നിന്നും പോകില്ല സുരേന്ദ്ര. ഹൃദയത്തിലാണ് സ്ഥാനമെന്നൊന്നും പറഞ്ഞേക്കല്ലേ. അല്ലെങ്കിലും സുരേന്ദ്രനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മാന്യന്മാരല്ലാത്ത ഏത് കള്ളനുണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയിൽ? എൻ്റെ മുഖത്ത് കരിവാരി തേക്കുകയാണത്രേ. നെറ്റിക്കും മൂക്കിനും ഒഴിച്ച് ബാക്കിയെല്ലാം കരിവാരി തേച്ചിട്ടാണ് സുരേന്ദ്രൻ ഇത് പറയുന്നതെന്ന് ഓർക്കണം. ഇങ്ങനെ കരിപുരണ്ട ഒരു കലികാലം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുൻപുണ്ടായിട്ടുണ്ടോ? കൂടുതലൊന്നും പറയാൻ സുരേന്ദ്രന് സമയമില്ല. ജനങ്ങളുടെ മനസ്സിലേക്കുള്ള യാത്രയിലാണ് കടകംപള്ളി. ഇതാ പുറപ്പെട്ടു കഴിഞ്ഞു. സാക്ഷാൽ അയ്യപ്പനെ അറിയാമോ എന്ന് ചോദിച്ചാൽ പോലും സുരേന്ദ്രൻ ചോദിക്കും, ആരാ അത്?
ഫോട്ടോ വല്ലതും കാണിച്ചാൽ ചിലപ്പോൾ തിരിച്ചറിഞ്ഞേക്കും. ചെറിയ ഒരു മഴക്കോളുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കിയാൽ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. സുരേന്ദ്രൻ നടന്നു നീങ്ങി.